നടന്നോ? അവർക്കിപ്പോൾ സർവാധികാരമില്ലേ? എന്താ ചെയ്യാഞ്ഞ്? ഞങ്ങൾ ഹിന്ദുവിൻ്റെ എല്ലാം പിന്നെ കുത്തക ഞങ്ങൾക്കാന്ന് പറയുന്നുണ്ട്. എന്തോ ഇത് ശബരിമലയ്ക്ക് വേണ്ടി? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമല്ലേ? എന്നിട്ട് ഹിന്ദുവിൻ്റെ എല്ലാം ഞങ്ങളുടെയാണ്. അങ്ങനൊന്നും വേണ്ട. ഹിന്ദു ഞങ്ങളുടെ കൊണ്ടാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മാത്രമല്ല. അല്ലാതെ ഇനിയുണ്ട് ഒരുപാട് സംസാരിക്കാൻ. നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടല്ലേ. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചു, ഞാൻ പറയാം. ഞാൻ ഈ 10-20,000 പേരുടെ മുമ്പ് വെച്ച് ഞാൻ ചോദിച്ചു. ഈ നവമാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ ഒരുപാട് വായിക്കുന്നുണ്ടല്ലോ. എന്നെ അല്ല NSSനെ അല്ല, NSS നേതാക്കന്മാരെ അല്ല, എന്നെ വ്യക്തിപരമായി വ്യക്തിഹത്യ ചെയ്ത് എൻ്റെ കുടുംബക്കാരെ വരെ ആക്ഷേപിച്ച ഈ നവമാധ്യമങ്ങളോട് ഉൾപ്പെടുന്ന ആളുകൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചോദിക്കാൻ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് ചോദിക്കുക. ഏത് ചോദ്യത്തിനും മറുപടി പറയും. അത് രാഷ്ട്രീയമാകട്ടെ, സംഘടനാപരമാകട്ടെ, വ്യക്തിപരമാകട്ടെ. ഒറ്റ ഒരു തമ്മിടിയില്ല. 5 മിനിറ്റ് യോഗം നിർത്തി വെച്ചാൽ മുഴുവൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. NSSനെതിരായിട്ട് തെറ്റിദ്ധാരണ. ഞാൻ 64 വർഷമായി, ഇപ്പോൾ 63 വർഷമായി ഇതിനകത്ത് പ്രവർത്തിക്കുന്നു. പക്ഷെ ഞാൻ NSSന് വേണ്ടി മന്നത്ത് പത്മനാഭൻ തുടങ്ങി വെച്ച പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. രാഷ്ട്രീയം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എനിക്കൊന്നും അതിൽ സ്വാർത്ഥതയുണ്ടായിരിക്കില്ല. അതാണ് അതിനകത്തുള്ള പ്രധാന കാര്യം. നീക്കങ്ങളൊക്കെ ഒരുപാടുണ്ടാക്കി നിലപാട് പരസ്യമായി കുടിക്കാൻ എന്തിനും അവിടുന്ന് കൊണ്ടുവരാം. പത്മായി ഇങ്ങനൊരു നിലപാട് അത് ഇത് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ആ കുപ്പിക്കകത്തുള്ള ഇത് കൂൾ ഡ്രിങ്ക് ഇതുണ്ടല്ലോ, ഫ്രൂട്ടിൻ്റെ പാക്കറ്റാണ്. എന്തെങ്കിലും കേട്ടോ തളപ്പ്. ഈ സതീശനെ ഇതിന് ചുമതലയിൽ മാറ്റിയാൽ തന്നെ കോൺഗ്രസ് രക്ഷപ്പെടും. എന്താ? സതീശനെ ഇതിന് ചുമതലയിൽ മാറ്റിയാൽ തന്നെ കോൺഗ്രസ് UDF രക്ഷപ്പെടും. അല്ല, കോൺഗ്രസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കോൺഗ്രസ് രക്ഷപ്പെടുമെന്ന് അവരല്ലേ നോക്കണ്ട. ഞാനാണോ പറയേണ്ടത്? ഈ തദ്ദേശത്തിലെ വിജയം അവർക്ക് ഒരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പരസ്യം. അതിലൊന്നും ഒരു കഥയില്ല സാർ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഈ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റിസൾട്ട് അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങ് തികഞ്ഞ മതേതരവാദിയാണ്, ഒരിക്കലും വർഗീയത പറഞ്ഞിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പും സതീശൻ ഉൾപ്പെടെ അങ്ങനെക്കുറിച്ച് നല്ല വാക്കുകളാണ് പറഞ്ഞത്. പറയുന്നേ അല്പസമയം മുമ്പ് പറഞ്ഞത് എങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞത്? സതീശനും മതേതരവാദിയാണ്. ഒരിക്കലും വർഗീയത പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ എനിക്ക് വോട്ട് പിടിച്ചു തരണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കുത്തിയിരുന്നത്. അങ്ങനെയല്ല സാറ് പറഞ്ഞിട്ട് NSS ജനറൽ സെക്രട്ടറി തികഞ്ഞ മതേതരവാദിയാണ്, താങ്കൾ ഒരു ഘട്ടത്തിൽ പോലും വർഗീയത പറഞ്ഞിട്ടില്ല. നല്ല വാക്കുകളാണോ? അത് അല്ലാതെ രക്ഷയില്ലാഞ്ഞിട്ടാണ്.